അതാണിപ്പോ അവിടെ പറഞ്ഞത്. ഒരു രക്ഷയില്ല, കിടുതം പടം. ഇതേക്കുള്ള ഞാൻ എന്താ പറയേ, കാണാത്തവര് പോയി കാണ്. ഞാൻ ഒന്ന് രണ്ട് റിവ്യൂ കണ്ടില്ല, കൂട്ടുകാരന്മാരെ പറഞ്ഞ ചിലവർ ഇച്ചിരി വീക്കാന്ന് പറഞ്ഞു പടം. കുറ്റമൊന്നും ഇല്ല, ഒരു രക്ഷയില്ല. അത് ബുദ്ധിയില്ലാത്തവന്മാര് പറയണ കേട്ടാ, ഒരു സീനും ഇല്ല, കിണ്ണം പടം. മോഹൻലാൽ എത്ര വർഷത്തിന് ശേഷം കംബാക്ക് ആയിരുന്നു. നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ലൂസിഫറിൻ്റെ ആ ഒരു കംപ്ലീറ്റ്നെസ് എനിക്ക് തോന്നിയില്ല സിനിമയ്ക്ക്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇത് സിനിമയാണ്. അപ്പോൾ ഈ സിനിമേനെയും റിയാലിറ്റിനെയും നമ്മൾ വേറെ വേറെ കാണണം. നല്ല പടം, സൂപ്പർ, നല്ല പടം, കൊള്ളാം, കണ്ടിരിക്കാൻ കൊള്ളാം, പടം കൊള്ളാം. മോഹൻലാൽ എത്ര വർഷത്തിന് ശേഷം കംബാക്ക് ആയിരുന്നു. ഇടവേള ശേഷം നല്ല തിരിച്ചു വന്നൊരു പടം, നല്ലൊരു പടം, കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ചെറിയ കുഴപ്പം തോന്നിയെങ്കിലും എന്നാലും കുഴപ്പം, നല്ലൊരു പടമാണ്. അതാണിപ്പോ അവിടെ പറഞ്ഞത്. ഒരു രക്ഷയില്ല, കിടുതം പടം. ഇതേക്കുള്ള ഞാൻ എന്താ പറയേ, കാണാത്തവര് പോയി കാണ്. അത് ഒരാൾക്ക് ഇഷ്ടമല്ലേ കാണുന്നത്. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് പടം ഇഷ്ടപ്പെട്ട്, ആക്ടിങ് ഇഷ്ടപ്പെട്ട്, കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കഴിയുമ്പോൾ എനിക്ക് അത്രയും പറയുള്ളൂ, സൂപ്പർ സാധനം. ലൂസിഫറിൻ്റെ അത്രയൊരു ഇത് കിട്ടിയില്ല, പക്ഷേ കൊള്ളായിരുന്നു. ഹൈപ്പിനുള്ളതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ആ ഓവർ ഹൈപ്പാണല്ലോ. നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ലൂസിഫറിൻ്റെ ആ ഒരു കംപ്ലീറ്റ്നെസ് എനിക്ക് തോന്നിയില്ല സിനിമയ്ക്ക്. എന്തൊക്കെയോ കുറച്ച് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഡയലോഗ്സ് ഒന്നും വലിയ എഫക്റ്റ് ഒന്നുമില്ല. സ്ക്രിപ്റ്റ് കുറച്ച് വീക്കായിരുന്നു. പക്ഷേ സ്റ്റോറി ലൈനും എടുത്തേക്കുന്ന രീതി, വിഷ്വൽസ് അടിപൊളി, ക്ലൈമാക്സ് അടിപൊളി, മൊത്തത്തിൽ കണ്ടിരിക്കാൻ നല്ല രസം. ഞാൻ ഒന്ന് രണ്ട് റിവ്യൂ കണ്ടില്ല, കൂട്ടുകാരന്മാരെ പറഞ്ഞ ചിലവർ ഇച്ചിരി വീക്കാന്ന് പറഞ്ഞു പടം പൊതുവെ. ഇല്ല, എനിക്ക് സ്ക്രിപ്റ്റ് ഇച്ചിരി വീക്കാ, ഡയലോഗ്സ് ഒന്നും വലിയ എഫക്റ്റ് ഇല്ല. പക്ഷേ അത്തരത്തിൽ മൊത്തത്തിൽ പടം കണ്ടിരിക്കാൻ സീനുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് പറഞ്ഞ സീനിലൊക്കെ ലൈക്ക് നമുക്ക് നല്ല രോമാഞ്ചം അടിക്കുന്ന കുറച്ച് ഒന്ന് രണ്ട് സീൻസ് ഉണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസിനേ ഉള്ളൂ. ഇത് OTT ഉണ്ട്, നമുക്ക് ആ എഫക്റ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. പടത്തിന് അത് നോർത്തിലോട്ട് പോകുമ്പം പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ലൈക്ക് അടിച്ച് താഴ്ത്തുന്നുണ്ട് ഓരോ പാർട്ടികൾ. കിണ്ണം പടം, ഒരു രക്ഷയില്ല, കിണ്ണം സിനിമ, പൊളി സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിന്റെ കുടുക്ക് സിനിമയാണ്, എല്ലാരും വന്ന് കാണാനുള്ളതാണ്. ഒരു രക്ഷയില്ല, ക്ലൈമാക്സ് പോയിട്ട് വരാം. പട കിടുക്കായിരുന്നു, സൂപ്പർ സിനിമ. മോഹൻലാലിന്റെ കിടുക്ക് സിനിമ എന്ന് പറയുമ്പോൾ ഇത് കിടുക്ക് സിനിമ. കുറ്റമൊന്നും ഇല്ല, ഒരു രക്ഷയില്ല. അത് ബുദ്ധിയില്ലാത്തവന്മാര് പറയണ കേട്ടാ, ഒരു സീനും ഇല്ല, കിണ്ണം പടം. അത് തന്നെ എനിക്ക് പറയാനുള്ളത്, അത്രേ ഉള്ളൂ. കിടുക്ക് സിനിമ വന്ന് കാണാനുള്ളതാണ്, എല്ലാവരും വന്ന് കണ്ടു നോക്കുക. കണ്ടു കഴിഞ്ഞിട്ട് ഏത് അഭിപ്രായം ഉണ്ടോ അത് പറയാം, അത്രേ ഉള്ളൂ. ഞാൻ റിവ്യൂ ഒന്നും കണ്ടില്ല, കണ്ടുവന്ന് സിനിമ കണ്ടു, പൊളി സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. കുറേ സീനുകൾ അങ്ങനെയുള്ള കഥ, സ്റ്റോറി കുറച്ച് കുറവാണ്. പടം കണ്ടു, പടം നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളി. മോഹൻലാൽ നല്ല ജോറ് അടിപൊളിയുണ്ട്, നല്ല സൂപ്പർ സിനിമ. ആക്ച്വലി നമ്മളിപ്പോൾ പണ്ട് പറയാൻ പോലെ അങ്ങനെ കാണാൻ പോലെ ബോളിവുഡ് സ്റ്റൈൽ എടുത്തതാണ്. അപ്പോൾ നല്ല അങ്ങനെ കാണാൻ പോയാൽ ലൂസിഫറിൻ്റെ പകുതിയിൽ കാണുമ്പോൾ സൂപ്പറായി. അത് സൂപ്പർ സിനിമ, നല്ല ഫിലിമായിരുന്നു. കൊള്ളാം, സൂപ്പർ. നല്ല മൂവിയായിരുന്നു, നല്ല മേക്കിംഗ്. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. എനിക്കൊന്നും തോന്നിയില്ല, നല്ല മേക്കിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ഞാനിപ്പോൾ കണ്ടിറങ്ങിയതേ ഉള്ളൂ. നല്ല പടം. ലൈക്ക് കുറച്ച് ഡയലോഗ്സിൻ്റെ കുറവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ, ലൂസിഫർ വെച്ച് നോക്കുകയാണെങ്കിൽ ലൂസിഫറിൽ കുറേ നല്ല ഡയലോഗ്സും സംഭവങ്ങളും, എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കുറച്ച് കൂടുതലായിരുന്നു. പക്ഷേ ഇവിടെ എമ്പുരാനിൽ വന്ന സമയത്ത് ഡയലോഗ്സിൻ്റെ കുറച്ച് ഇതുണ്ടായിരുന്നു. പിന്നെ സ്റ്റോറി വൈസ് നല്ല സ്റ്റോറിയാണ്. സ്ക്രിപ്റ്റിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി കമ്പയർ ടു ലൂസിഫർ. പിന്നെ ഇതൊരു ട്രെയിലർ പടം പോലെയാണ് തോന്നിയത്. ലൂസിഫർ 3ക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രെയിലർ പടം പോലെ ലൂസിഫർ 3ക്ക് നല്ലൊരു എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇത് സിനിമയാണ്. അപ്പോൾ ഈ സിനിമേനെയും റിയാലിറ്റിനെയും നമ്മൾ വേറെ വേറെ കാണണം. അത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കാതിരുന്നാൽ അത്രയും നല്ലത്. നെഗറ്റീവ് റിവ്യൂസ് ഞാൻ ഇന്നലെ തൊട്ട് കേൾക്കുന്നു. ബട്ട് ഐ തിങ്ക് ഇത് ഈ ഡയലോഗ്സിൻ്റെ കുറവ് കാരണമായിരിക്കും. കാരണം അവർ കുറേ ഇൻഡയറക്റ്റ്ലി ആണ് ഈ സിനിമയിൽ കുറേയൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഡയലോഗ്സിൻ്റെ കുറവ് നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ ഗ്രഹിച്ചെടുക്കണം. അതിൻ്റെ ഒരു കുറവായിരിക്കും ഈ നെഗറ്റീവ് കമൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് അതർ ദാൻ ദാറ്റ് നമ്മൾ എല്ലാം കൂടെ ഇങ്ങനെ നോക്കിയെടുക്കുവാണെങ്കിൽ ഇറ്റ്സ് എ നൈസ് മൂവി, എല്ലാം മനസ്സിലാവും.